നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് BEML ലിമിറ്റഡിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓഫീസ് അസിസ്റ്റൻറ്റ് ട്രെയിനി വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് 46ഓളം വേക്കൻസികൾ ആ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ITI ട്രെയിനീസാണ്. ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ തുടങ്ങിയ പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. അതിലേക്കാണെങ്കിൽ ഫിറ്ററിലേക്ക് ഏതാണ്ട് 7ഓളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. ടർണറിലേക്ക് 11, മെഷീനിസ്റ്റിലേക്ക് 10, ഇലക്ട്രീഷ്യനിലേക്ക് 8, വെൽഡറിലേക്ക് 18. ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണെങ്കിൽ 46ഓളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ITI ട്രെയിനി ആണെങ്കിൽ അതത് ട്രേഡിലുള്ള 10ാം ക്ലാസ്സും അതോടൊപ്പം ITI സർട്ടിഫിക്കറ്റുമാണ് യോഗ്യതയായിട്ട് വരുന്നത്. ഓഫീസ് അസിസ്റ്റൻറ്റ് ട്രെയിനി ആണ് എങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്, അതും അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് വിത്ത് പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസ് നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ URന്, OBCക്ക് 35, SC ST ആണെങ്കിൽ 37 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപേക്ഷ അയക്കാനൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ അയക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതിൽ അപേക്ഷ ഫീസ് കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പറയാം. 200 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. SC ST കാൻഡിഡേറ്റ്സ് ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ, UR, OBC, EWS കാൻഡിഡേറ്റ്സൊക്കെ 200 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. നോൺ റീഫണ്ടബിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ, EWS, OBC കാൻഡിഡേറ്റ്സാണ് 200 രൂപ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. SC ST PWD കാൻഡിഡേറ്റ്സൊക്കെ ആണ് എങ്കിൽ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതൊരു ബൈ.